ബേബി പ്ലാനിങ് കുറിച്ച് എന്താ പറയാനുള്ളത്? പിന്നെ അത് അകന്ന ബന്ധുക്കളൊക്കെയാണ് വന്ന് എന്തൊക്കെയൊക്കെ ഒന്നിഷ്ടൊക്കെ അതുകൊണ്ടൊന്നും നമുക്കൊന്നും ഏശാൻ പോണില്ല. മാരേജ് എക്സ്പെൻസ് ആളെന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മസ്താനി പോസസീവ്നെസ് മണവാട്ടിക്ക് തോന്നിയിട്ടുണ്ടോ? ഹലോ ഗായ്സ്, അപ്പൊ ഞങ്ങൾ ഇന്ന് Q&A സെക്ഷൻ ആയിട്ടാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. നിങ്ങളെ ചോദിച്ച ഓരോ ചോദ്യങ്ങൾക്കുള്ള അപ്പൊ നമുക്ക് കഴിഞ്ഞ ഇൻസ്റ്റാഗ്രാമിലായിട്ടും അതുപോലെ തന്നെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ടിരുന്നു. Q&A ചെയ്യുന്നുണ്ട്, എന്തൊക്കെയാണ് ചോദിക്കാനുള്ളത് ചോദിച്ചോ, ഒക്കെ നമ്മൾ മറുപടി തരാന്ന് വന്നിട്ടുണ്ട്. അതിന് സെലക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പിന്നെ നമ്മള് റെലവെന്റ് ആയി തോന്നിയ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇനി ഇതില് പെടാണ്ട് എന്തെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ കമന്റിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ചോദിച്ചോ. ഇതിൽ ഈ ചോദ്യങ്ങൾ ഇല്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ കമന്റിൽ തന്നെ നമ്മൾ റിപ്ലൈ ആയിട്ട് അതിന്റെ ഉത്തരം തരുന്നതാണ്. അപ്പൊ ചോദിക്കാനുള്ളതൊക്കെ ഇപ്പൊ തന്നെ കമന്റിൽ ചോദിച്ചോ. പിന്നെ നമ്മൾ Q&A സെക്ഷൻ കഴിഞ്ഞ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ ഒന്ന് തുടങ്ങാം അല്ലെ. ഫസ്റ്റ് ചോദ്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഏത് റിയൽ നെയിം എന്താന്ന്? മണവാളന്റെയും മണവാട്ടിയുടെയും റിയൽ നെയിം എന്താണ്? നമ്മൾ നേരിട്ട് കാണുമ്പോഴും കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്. എന്റെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാല് ഷഹീൻ ഷാ എന്നാണ്. എന്റെ പേര് ഷഹല. മണവാട്ടിയുടെ പേര് ഷഹല. വിളിഞ്ഞ് ഞങ്ങളുടെ ശരിക്കുള്ള ഏജ് വയസ്സ് എത്ര വയസ്സായി? കണ്ടാ തോന്നില്ലെന്നുള്ളൂ. 27 27 വയസ്സ്. 98. ഞാൻ 2000 കിഡ്. അപ്പൊ 25 വയസ്സ്. ഇനി കൊറേ പേര് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഹാപ്പി ആണെന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലൊക്കെ. ചോദിക്കാനുള്ള കാരണം വളരെ വളരെ ഹാപ്പി ആണെന്ന് ഞാൻ പറയുള്ളൂ അല്ലേ. ഹാപ്പിയാണ് ചോദിച്ചിട്ട് വളരെ ഹാപ്പിയാണ്. ഇനി അടുത്താണ് ബേബി പ്ലാനിങ് കുറിച്ച് എന്താ പറയാനുള്ളത്? കല്യാണം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ, സമയം തരൂ, അത് ഞങ്ങളൊന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യട്ടെ. ഓക്കെ. ശാലിന് ഇപ്പൊ എന്നോട് പറഞ്ഞിരുന്നു, ഇപ്പൊ 2 വർഷം കഴിഞ്ഞിട്ടാണ് ശാലിന്റെ അവൾക്കൊരു പ്ലാനും ഒരു ആഗ്രഹം എന്നൊക്കെ ഉള്ള രീതിയിലാണ് അവളുടെ പ്ലാൻ. അതാണ് ഞാൻ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഇവളാണ് ഇപ്പോൾ തീരുമാനിച്ചതും പ്ലാൻ ചെയ്തതും. പിന്നെ ഫസ്റ്റ് മീറ്റ് ഇയർ, അതായത് ഫസ്റ്റ് ആദ്യമായി കണ്ട വർഷം 2018 ഞാൻ ആദ്യമായിട്ട് നിന്നെ കാണുന്നത്, കണ്ടുമുട്ടുന്നത്. അടുത്ത ചോദ്യം, ഹൂ ഈസ് മോർ റൊമാൻറ്റിക്? എന്ത് പറയാനുള്ളത്? ഞാൻ തന്നെയാണ്. മനസ്സിൽ സ്നേഹം ഞാൻ അത്ര എക്സ്പ്രസീവ് അല്ല. മണവാളം ഭയങ്കര എക്സ്പ്രസീവ് ആണ്. സ്നേഹം കൂടെ മൂടും. ഫസ്റ്റ് കണ്ടപ്പോൾ എന്ത് തോന്നിന്ന്? കണ്ടപ്പോ എന്ത്, ഇയാള് ചോപ്പ് പച്ച ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, നീല കൂളിംഗ് ഗ്ലാസ്, പച്ച ഷർട്ട്, ചോപ്പ് പാന്റ്, അല്ല ചോപ്പ് ഷൂ. അപ്പൊ ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയത്. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. ഞാൻ അന്ന് ഇത്രയും കൂടി ഉണ്ടായിരുന്നു, നല്ല മെലിഞ്ഞൊരു ഏതി തോട്ടിക്കോലെ ഞാൻ വിചാരിച്ചത്. ഞാൻ അന്ന കാണാൻ വന്നതല്ല, ഞാൻ അവിടെ സ്ഥിരം കോളേജിക്ക് വരണതാ. അതിന് കോളേജിക്ക് വരുമ്പോ കാണുന്നതല്ലേ. പിന്നെ എന്റെ ക്ലാസ് ഏറ്റവും മേലായിരുന്നു. അങ്ങോട്ട് ആ സ്റ്റെപ്പ് കയറി വന്നിട്ട് കാണാൻ വന്ന് എന്നെ വിളിച്ച് സംസാരിച്ചത്. മണവാട്ടിയുടെ വീട്ടിൽ ലവ് പറഞ്ഞപ്പോൾ വീട്ടുകാരുടെ റിയാക്ഷൻ എന്തായിരുന്നു? അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അവര് ലവ് മാരേജിന് എതിരെ അങ്ങനെയൊന്നുമില്ല. പിന്നെ എന്താ ചെയ്യാ, നല്ലൊരു ചെക്കനെ കിട്ടിയെന്ന് പറയാൻ പറഞ്ഞു. അത് ഇല്ല, അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര ചില്ലായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ഒരു കലാപത്തിന്റെ ഒന്നും ആവശ്യം വന്നിട്ടില്ല. നമ്മൾ രണ്ടാണ് വീട്ടിൽ. സത്യം. അതന്നെ ഒറ്റ ആൻസറിന് ആ ക്വസ്റ്റ്യനുള്ള ആൻസർ. ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നല്ലത് എന്ന് പറഞ്ഞോട്. ലവ് മാരേജ് ആയാലും അറേഞ്ച് മാരേജ് ആയാലും നമുക്ക് കിട്ടണ പാർട്ട്ണറെ അനുസരിച്ചിരിക്കും നമ്മുടെ മാരേജ് ലൈഫ്. അപ്പൊ നിങ്ങള് ബെസ്റ്റ് ഒരു പാർട്ട്ണർ, ലവ് മാരേജ് അറേഞ്ച്മെന്റ് ഉപരി നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പാർട്ട്ണറെ കണ്ടെത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ലൈഫിലേക്ക് വരുമ്പോ നിങ്ങക്ക് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുന്നുണ്ടോന്ന് നോക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല പാർട്ട്ണറാണ് അവര് ചൂസ് ചെയ്യും. ഓക്കെ. മണവാളന്റെ കേസ് ഉണ്ടായ സംഭവം വീട്ടിൽ അറിഞ്ഞപ്പോൾ പാരന്റ്സ് എന്ത് പറഞ്ഞു? പാരന്റ്സ് എന്റെ പേരൻസ്
അവർക്ക് ഓൾറെഡി അറിയണുണ്ടായിരുന്നു, ഓൾറെഡി ഇക്ക പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ന്യൂസ് ആവുന്നതിന്റെ മുന്നേ തന്നെ ഇത് കേസാണ്. അപ്പോ വീട്ടുകാർക്ക് ഓൾറെഡി അറിയാം. ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ട് ഒരു ഫേക്ക് കേസാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഓൾറെഡി അറിയുന്നുണ്ടായിരുന്നു ഈ ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന്. അതുകൊണ്ട് തന്നെ ഇത് ന്യൂസ് ആയപ്പോ അവർക്ക് റിയാക്ഷൻ. പ്രത്യേകിച്ചൊന്നും പിന്നെ എന്റെ റിയാക്ഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് പേടിയായി. എന്നുവെച്ചാ ആളെ കുറിച്ച് കൺസേൺഡ് ആയിരുന്നു. എന്തേലും പറ്റിയോ, എന്താണ് പോലീസ് കൊണ്ടുപോയിട്ട് എന്തേലും ചെയ്തോ, അങ്ങനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് അവന് കേസായില്ല, അവന് ഉപേക്ഷിക്കണം, അങ്ങനെയൊന്നും എന്റെ വീട്ടുകാര് പറഞ്ഞിട്ടില്ല. അവരൊക്കെ നമ്മുടെ കൂടെ തന്നെ നിന്നു. പിന്നെ അത് അകന്ന ബന്ധുക്കളൊക്കെയാണ് വന്ന് എന്തൊക്കെ കൊന്നിഷ്ടൊക്കെ പറഞ്ഞത്, നമ്മൾ മൈൻഡ് ചെയ്തില്ല. നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ അതിനെയാണ് എങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യുന്നതെന്ന്? പറയൂ. എന്ത് ചെയ്യാന്? നെഗറ്റീവ് കമന്റ്സ് ഇടുന്നവര് ഇടട്ടെ, അവരുടെ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കണക്കാക്കുന്നു. അവർക്ക് സന്തോഷം അതുകൊണ്ടൊന്നും നമുക്കൊന്നും ഏശാൻ പോണില്ല. നമുക്ക് എന്തെയ്ത് റീച്ച് കിട്ടുന്നു. ഇനി നെഗറ്റീവ്സ് ഇതിന്റെ താഴെ ആയിരിക്കും ഇടണോ? നോ പ്രോബ്ലം. നമ്മൾ ഇത്രയും ഹാപ്പി ആയിട്ട് കൂളായിട്ട് ഡീൽ ചെയ്യും. പിന്നെ കുറെ പേര് ചോദിച്ചുള്ള ചോദ്യമാണ് മാരേജ് എക്സ്പെൻസ്. ഏത് നമ്മുടെ ടോട്ടല് മാരേജ് എക്സ്പെൻസ് എത്രയാന്നുള്ളത്. ഞങ്ങള് ഇപ്പൊ നടത്തിയിട്ടുള്ളത് വെച്ചാല് ഏകദേശം ഒരു 10 പരിപാടി. എന്തൊക്കെയെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ തുറക്കുന്ന തുടങ്ങി വെച്ചെങ്കിൽ പ്രപ്പോസൽ തന്നെ നമ്മൾ നല്ലൊരു പരിപാടിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻഗേജ്മെന്റ് തന്നെ ഒരു നല്ലൊരു അടിപൊളി പരിപാടിയായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്രൈറ്റ് ടു ബി, സേവ് ദി ഡേറ്റ്, രംഗോലി, ഹൽദി, ഗുലാബി നൈറ്റ്, മെഹന്തി നൈറ്റ്, നിക്കാഹ്, റിസപ്ഷൻ, അങ്ങനെ 10 പരിപാടിയായിരുന്നു ഞങ്ങളുടെ കല്യാണ പരിപാടി മൊത്തം. അപ്പൊ ഇതിന് മൊത്തം എക്സ്പെൻസ് ഏകദേശം എന്ന് പറഞ്ഞാല് ഇപ്പൊ വേണ്ട, ഏകദേശം ഇപ്പൊ ഒരു 10 പരിപാടി ഒക്കെ നിങ്ങളെല്ലാരും കണ്ടതായിരിക്കും. ഇപ്പൊ ഏകദേശം മൊത്തം എക്സ്പെൻസ് ഒരു ഏകദേശം നിങ്ങളൊന്ന് ഗസ് ചെയ്തിട്ടൊന്ന് നിങ്ങൾ കമന്റ് ചെയ്യേ. ആ കറക്റ്റ് ആയിട്ട് ആൻസർ എത്ര വരുന്നോ അത് നമ്മള് അവർക്ക് റിപ്ലൈ തന്നിട്ട് കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ പിൻ ചെയ്യുന്നതാണ്. ഏകദേശം മൊത്തം 10 പരിപാടി വരുന്നുണ്ട്. അപ്പൊ ആ 10 പരിപാടി ഏകദേശം നിങ്ങളൊക്കെ വ്ളോഗായിട്ട് കണ്ടതാണ്. നമ്മുടെ ചാനലിന് ഓരോ വ്ളോഗുകളും 10 പരിപാടി നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഏകദേശം എത്ര എക്സ്പെൻസ് വരും നിങ്ങളൊന്ന് ഗസ് ചെയ്യേ. എന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് ഏകദേശം ഇപ്പൊ ഇങ്ങനെ പറയാ, ഒരു 5 ലക്ഷം ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഇപ്പൊ ഒരു 60 ലക്ഷം to 65 ലക്ഷം, ഇല്ലെങ്കിൽ 75 ലക്ഷം, 50 ലക്ഷം to 55 ലക്ഷം, അങ്ങനെയൊക്കെ ഒരു 5 ലക്ഷം വരെ ഡിഫറൻസ് കറക്റ്റ് ആണെങ്കിൽ നമ്മള് അവരുടെ അത് പിൻ ചെയ്യുന്നതാണ്. ഇതും ഈ ചോദ്യം ഇതില് ഇപ്പൊ ഈ ചോദിക്കുന്ന ചോദ്യം എന്ന് പറഞ്ഞാല് ഒരു ചോദ്യം എടുത്തു, ഇതുപോലെ തന്നെ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ചോദ്യം തന്നെയാണ് ഇതും. നമുക്ക് മണവാളന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള മസ്താനി, പിന്നെ അതുപോലെ തന്നെ അതർ ഗേൾ ഫ്രണ്ട്സുമായിട്ടുള്ള മണവാളന്റെ കമ്പനിയിൽ പൊസസീവ്നെസ് മണവാട്ടിക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് പറഞ്ഞു. കമന്റിൽ മാത്രമല്ല, നേരിട്ടിട്ട് കുറെ കപ്പിൾസ് ആണ് എന്നോട് ചോദിക്കാറുള്ളത്. അവരുടെ കപ്പിൾസിന്റെ ഇന്നലെ നമ്മുടെ ബഷീർ വീട്ടിൽ പോയപ്പോ അവര് വരെ ചോദിച്ചു. കൂടുതലും കപ്പിൾസിന്റെ മെയിൽ ഉണ്ടാവില്ല, അത് ആണുങ്ങളെ ചോദിക്കാം. ആ കുട്ടിക്കൊരു പ്രശ്നമില്ലേ എന്നൊക്കെ, എന്റെ വീട്ടില് ഭയങ്കര സീനാന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ ഇതിനിപ്പോ ഞാൻ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പൊസസീവ്നെസ് എന്നുള്ള സാധനം അങ്ങനെ വരാറില്ല. ഇല്ലല്ലോ. ഇല്ല. വരും, ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉള്ള കുട്ടിയാണ്. ഇത്രയും അണ്ടർസ്റ്റാൻഡിങ് ഉള്ള കുട്ടിയെ കിട്ടിയതിന്റെ ഒരു ഭാഗ്യാണ്. അപ്പൊ എനിക്കങ്ങനെ വരാറില്ല. പിന്നെ ഈ പറഞ്ഞ മസ്താനി, പിന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ്, ഇവരൊക്കെ മണവാളിനെ പോലെ തന്നെ നല്ല ക്ലോസ് ആണ്. ഞങ്ങൾക്ക് കോമൺ ഫ്രണ്ട്സ് ആണ്. നമ്മളൊക്കെ ഒരു സർക്കിളാ. ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാരും ഓൾറെഡി അറിയാം. അതൊരു കാര്യം. പിന്നെ മണവാളൻ അങ്ങനെ വലിയ കലാപൊന്നുമില്ല. നമ്മളിപ്പോ ആരെയും ചില നെഗറ്റീവ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ പറയും, ആ ഇത് വേണ്ട നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും മിണ്ടാണ്ട് ആള് കേൾക്കും. ഒന്ന് വേണ്ട അത്രേ ഉള്ളൂ. അല്ലാണ്ട് നീ ആരെന്നെ കയറി ഭരിക്കാൻ, അവൻ എന്റെ ഫ്രണ്ടാ, അങ്ങനെയൊന്നും പറയില്ല. അതുകൊണ്ട് തന്നെ നമ്മള് പരസ്പരം അങ്ങോട്ടും അണ്ടർസ്റ്റാൻഡിങ്ങും ഉള്ളത് കൊണ്ട് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ഒരു Q&A സെക്ഷൻ നമ്മൾ ഇപ്പൊ ഇതിലായിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ വീഡിയോന്റെ താഴെയുള്ള കമന്റ് ബോക്സിൽ നിങ്ങൾ ചോദിച്ചോ. കൂടുതൽ ചോദ്യങ്ങൾ വരികയും നമ്മൾ അടുത്ത വീഡിയോ എഡിറ്റ് ചെയ്യും. ഇല്ലെങ്കിൽ നമ്മള് വെറൈറ്റി ചെറിയ ഒരുവിധം കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത്, ഈ കമന്റിൽ തന്നെ നമ്മൾ റിപ്ലൈയും ചെയ്യും. അപ്പൊ ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ നമ്മുടെ കാണുന്നത്, നമ്മുടെ പുതിയ ഫാമിലി ചാനലാണ്. ഈ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൊണ്ട് ഓൺ ആക്കിയിടുക.
അപ്പൊ പുതിയ രസകരമായിട്ട് വീഡിയോ നമ്മൾ വീണ്ടും വരില്ലേ? യെസ്. ഓക്കെ, ബൈ.